നമസ്കാരം. ജമ്മു കാശ്മീരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഉയർന്ന വോട്ടിംഗ് ശതമാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നു. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ച സെപ്റ്റംബർ 30-നുള്ളിൽ കാശ്മീരിൽ തിരഞ്ഞെടുപ്പുണ്ടായേക്കും. സുരക്ഷാ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ സെപ്റ്റംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളും പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടുത്തിടെ നടത്തിയ പ്രസംഗങ്ങളിലും സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. സംസ്ഥാന പദവി തിരിച്ചു നൽകാനുള്ള നടപടികളും എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക സമുദായങ്ങളുടെ സർവേ പൂർത്തിയായാലേ സംവരണ മണ്ഡലങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കാനാവൂ എന്നതിനാലാണ് സെപ്റ്റംബർ വരെ നീളുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മണ്ഡല വിഭജനം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് സെപ്റ്റംബർ 30-നുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 35 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ പോളിംഗ് ആണ് കശ്മീരിൽ രേഖപ്പെടുത്തിയത്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും 25% വർധനയുണ്ടായി. 5 ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ആകെ 58.46% പോളിംഗ് ആണ് ഉണ്ടായത്. താഴ്വരയിലെ ശ്രീനഗർ, ബാരാമുള്ള, അനന്ത്നാഗ്, രജൌരി എന്നിവിടങ്ങളിൽ ഇത്തവണ യഥാക്രമം 38.49, 59.1, 54.84 എന്നിങ്ങനെയായിരുന്നു പോളിംഗ്. 3 ദശകത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു. ജമ്മു മേഖലയിലെ ഉദ്ധംപൂരിൽ 68.27, ജമ്മുവിൽ 72.22% എന്നിങ്ങനെയായിരുന്നു പോളിംഗ്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മണ്ഡല വിഭജനത്തിന് ശേഷം ജമ്മുകാശ്മീർ നിയമസഭയിൽ 114 സീറ്റുകളാണുള്ളത്. ഇതിൽ 24 പാക് അധിനിവേശ കാശ്മീരിലാണുള്ളത്. അതും ഇന്ത്യയുടെ ഭാഗമെന്ന നിലയ്ക്കാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത്. അതേസമയം സംഘർഷഭരിതവും രക്തരൂക്ഷിതവുമായ 3.5 പതിറ്റാണ്ടിന് ശേഷം കശ്മീരിൽ വീണ്ടും ജനാധിപത്യം തളിരിടുകയാണെന്നത് വോട്ടെടുപ്പിലെ അത്ഭുതപൂർവമായ ജനപങ്കാളിത്തം സൂചന നൽകുന്നു. താഴ്വരയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും 2019-ൽ നടന്ന തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലക്ഷക്കണക്കിന് വോട്ടർമാർ കൂടുതലായി വോട്ട് രേഖപ്പെടുത്തി. ഇവരിൽ 80 വയസ്സിനിടെ ആദ്യമായി വോട്ട് ചെയ്തവരും ഭീകരപ്രവർത്തനങ്ങളുടെ പേരിൽ ജയിലിൽ കഴിയുന്നവരുടെ കുടുംബാംഗങ്ങളും നിരോധിത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകരും ഉണ്ടായിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പഴയ ജമ്മുകാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം അനുച്ഛേദം റദ്ദാക്കുകയും ചെയ്ത ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിനോട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ ലോകം ഉദ്വേഗപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളും മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികളും കഴുകൻ കണ്ണുകളോടെ വീക്ഷിച്ചിരുന്ന തിരഞ്ഞെടുപ്പിൽ ജനം കൂട്ടമായി വോട്ട് ചെയ്യാനെത്തിയത് ജനാധിപത്യത്തിന്റെ വിജയമായി ശത്രുക്കൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരും. അതേസമയം കേരളത്തിലെ 3 സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ജൂൺ 25-നാണ് തിരഞ്ഞെടുപ്പ്. എംപിമാരായ ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ സീറ്റുകളിലാണ് ഒഴിവ്. മൂവരുടെയും കാലാവധി ജൂലൈ 1-ന് അവസാനിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 6-ന് പുറപ്പെടുവിക്കും. ജൂൺ 13 വരെ പത്രിക സമർപ്പിക്കാം. മഹാരാഷ്ട്രയിൽ പ്രഫുൽ പട്ടേൽ രാജിവെച്ച ഒഴിവിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും. LDFിലെ ഒരു ഘടകകക്ഷിക്ക് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് CPIയും കേരള കോൺഗ്രസ് എമ്മും ഉൾപ്പെടെ പരസ്യമായി അവകാശവാദം ഉന്നയിച്ചതോടെ തർക്കം മുന്നണിക്ക് തലവേദനയായി. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. CPIയുടെ സീറ്റ് CPIക്ക് തന്നെ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നിലപാടെടുത്തു. ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും ഒരേ സമയം ഒഴിയുമ്പോൾ 2-ൽ 1 പാർട്ടിക്ക് സീറ്റ് ലഭിക്കൂ. ഒഴിവുകളിൽ LDFന് ലഭിക്കുന്ന 2-ൽ 1 സ്വാഭാവികമായും CPMനാണ്. രാജ്യസഭാ സീറ്റിന് MLAമാരുടെ അംഗബലമാണ് സാധാരണ മാനദണ്ഡമാക്കുന്നത്. 17 MLAമാരുള്ള CPIക്ക് അങ്ങനെ നോക്കുമ്പോൾ മേൽക്കൈയുണ്ട്. 2 രാജ്യസഭാംഗങ്ങളെ ലഭിക്കാനുള്ള കരുത്ത് അവർക്ക് അവകാശപ്പെടാം. കേരള കോൺഗ്രസ് എമ്മിന് ഉള്ളത് 5 MLAമാരാണ്. എന്നാൽ CPIക്ക് P സന്തോഷ് കുമാർ കൂടി രാജ്യസഭാംഗമായുണ്ട്. ജോസ് കെ മാണി വിരമിക്കുമ്പോൾ പകരം സീറ്റ് പാർട്ടിക്ക് തന്നെ കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം രാജ്യസഭാ പ്രാതിനിധ്യം ഇല്ലാതാകും.